ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ സപ്പോസ് എൻ്റെ വെയിറ്റ് ലോസ് ഉണ്ട്, ഞാൻ ഡേ 1 മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയാണ്. അതായത് ഞാൻ എൻ്റെ പഴയ വെയിറ്റിലെത്തി 85 kgsലെത്തി. അപ്പോൾ അവിടുന്ന് മുതൽ വീണ്ടും ഡേ 1 മുതൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും? കാരണം ഇപ്പം പഴയ പോലെ അല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു 5 വർഷം മുമ്പെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ച് 30 കിലോ കുറച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അല്ല ഇപ്പോഴും എനിക്കുള്ളത്. നമ്മൾ ഏകദേശം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 5 വർഷത്തിന് മേലെയായി. ബീഫിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷത്തിലേറെയായി. ഇപ്പോൾ നമ്മൾ 4 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓൾമോസ്റ്റ് ഏകദേശം 6000 പേരെയോളം ഞങ്ങൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസസ്, ഒരുപാട് സിറ്റുവേഷനിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ലോസിനെ പറ്റി അറിയാം. എങ്ങനെ ഗൈഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി വീണ്ടും ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിച്ച് നോക്കാറുള്ള ഒരു കാര്യമാണ്. അത് പല കാരണങ്ങളും കൊണ്ട് സംഭവിക്കാം. ഈ വെയിറ്റ് ലോസ് ചെയ്തവർക്കറിയാം, വെയിറ്റ് ലോസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഞാൻ 20 kg കുറച്ച ആളാണ്, പക്ഷേ എനിക്കിപ്പം ഔട്ട് ഓഫ് ട്രാക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്, അതിനുശേഷം എനിക്ക് വെയിറ്റ് നല്ലപോലെ റീഗെയിൻ ചെയ്തു, അപ്പോൾ അതെനിക്ക് വീണ്ടും ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ വന്ന് പറയാത്ത ഒരാളും ഉണ്ടാവില്ല. ഒരുപാട് പേര് ഇങ്ങനെ വന്ന് പറയാറുള്ളതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്ത ഓരോരുത്തർക്കും അറിയാം, വെയിറ്റ് ലോസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസി വരാം, മെഡിക്കൽ കണ്ടീഷൻസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് കാരണം നമ്മൾ ഔട്ട് ഓഫ് ട്രാക്ക് ആയി പോവാം. പല റീസൺസ് ആയാലും നമുക്ക് പഴയ വെയിറ്റിലോട്ട് നമ്മൾ എത്തിച്ചേരാനായിട്ട് അധികം താമസമൊന്നുമില്ല. അപ്പം വെയിറ്റ് ഗെയിൻ ഹിസ്റ്ററി ഉള്ളവർ എപ്പോഴും ഒരു മെയിൻ്റെനൻസ് ഡയറ്റിലായിരിക്കണം എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, സപ്പോസ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഇൻ ബിറ്റ്വീൻ ഉള്ളവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വെയിറ്റ് റീഗെയിൻ ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഡയറ്റ്. അപ്പോൾ ഡയറ്റിൻ്റെ കാര്യത്തിലോട് വരുമ്പം എന്ത് ഡയറ്റ് ഫോളോ ചെയ്യണം? കീറ്റോ ഡയറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പാലിയോ ഡയറ്റ് ചെയ്യണോ, എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, അങ്ങനെ പല ക്രാഷ് ഡയറ്റും നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ക്രാഷ് അല്ലാത്ത ഇങ്ങനെ നെയിംഡ് ആയിട്ടുള്ള പല ഡയറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഡയറ്റുകൾ തന്നെയായിരുന്നു ഞാൻ 5 വർഷം മുമ്പേ ഞാൻ യൂട്യൂബിൽ തിരഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഞാൻ ആദ്യം ചെയ്തത്. എഗ് ഡയറ്റാണ് ഞാൻ ആദ്യം ഫോളോ ചെയ്ത് നോക്കിയത്. എഗ് ഡയറ്റ്, ബനാന, ആ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്തത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ നെയിംഡ് ഡയറ്റിലോട്ട് അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റിലോട്ട് പോവില്ല. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫുഡ് ഗ്രൂപ്പ് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഡയറ്റിലോട്ട് ഞാൻ പോവില്ല. പലരും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ചോറ് അവോയ്ഡ് ചെയ്യുക, നെയ്യ് അവോയ്ഡ് ചെയ്യുക, ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസിലോട്ട് ഞാൻ ഇനി പോവില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈറ്റിങ്ങും അതുപോലെ തന്നെ പോർഷൻ കൺട്രോളും ആയിരിക്കും. അതുപോലെ തന്നെ പോർഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ നേരെ പകുതിയായി കഴിക്കുക, അങ്ങനെയല്ല. എൻ്റെ പ്ലേറ്റ് ബാലൻസ് ചെയ്യാനായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, ഫൈബർ ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ എന്തായാലും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കും ഞാൻ സെറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഡയറ്റ് ആയിരിക്കും ഞാൻ ഈ ഒരു 3 മീൽസിലും കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡേ 1 ഞാൻ ആദ്യമായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡയറ്റ് പ്ലേറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ 5 ഇയേഴ്സ് മുമ്പ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അത് നേരെ പകുതിയാക്കി ചുരുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അതിനകത്ത് പ്രോട്ടീൻ ആഡ് ചെയ്യണമെന്നോ ഫൈബർ കൂടുതലായിട്ട് കഴിക്കണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കഴിക്കുന്ന ഫുഡ് ഞാൻ പകുതിയായി കുറച്ചു. അതുകൊണ്ട് എന്താ എനിക്ക് സംഭവിച്ചത്? ഞാൻ ആ സമയത്ത് ഫീഡിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ ടയേർഡ് ആവാൻ തുടങ്ങി. എനിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എൻ്റെ ബോഡിക്ക് കിട്ടാതെ ആവാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മുടെ മസിൽ റിക്കവറിക്ക് പ്രോട്ടീനുള്ള ഇമ്പോർട്ടൻസ്, നമ്മുടെ മസിൽ ബിൽഡിങ്ങിന്, അല്ലെങ്കിൽ നമ്മുടെ എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ആ സമയത്തൊക്കെയാണ് ഞാൻ വളരെ കുറച്ച് പ്രോട്ടീനാണ് എൻ്റെ ഓരോ മീൽസിനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം കൂടി നോക്കിയാൽ ചിലപ്പോൾ ഒരു 10 to 20 ഗ്രാം പ്രോട്ടീൻ ഒക്കെ ഞാൻ ഒരു ദിവസം ആ സമയത്ത് കഴിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ബോഡി വെയ്റ്റിന് പ്രകാരമാണ് ഞാൻ എൻ്റെ ബോഡി വെയ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടാവേണ്ടതെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ ഒരു 55 kg ആണെങ്കിൽ ഞാൻ 55 ഗ്രാം പ്രോട്ടീൻ എടുക്കണം. ഇപ്പോൾ ഞാൻ 85 kg ആണ് വീണ്ടും എത്തിയതെങ്കിൽ 85 ഗ്രാം പ്രോട്ടീൻ ഞാൻ എടുക്കണം. അപ്പോൾ ആ ഒരു
അറിവ് ഇപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഞാൻ എൻ്റെ മീൽസൊക്കെ തന്നെ ബാലൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മളെ മീൽസിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരം വിശപ്പില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കാനും പ്രോട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് പ്രോട്ടീൻ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, വർക്കൗട്ടാണ്. ഡയറ്റ് ഒരുവിധം എല്ലാം സെറ്റായി, ഇനി വർക്കൗട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണോ, 20 മിനിറ്റ്സ് മതിയോ, 30 മിനിറ്റ്സ് മതിയോ, എന്ത് ടൈപ്പ് വർക്കൗട്ട് ഫോളോ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ വർക്കൗട്ടിനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഡെയിലി മൂവ്മെൻറ്റ്സിനായിരിക്കും. നീറ്റ്, അതായത് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനിസിനായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം എനിക്കിപ്പോൾ അറിയാം, ജസ്റ്റ് നമ്മൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് അവിടെ ഇരുന്ന് ബാക്കി ഫുൾ ടൈം നമ്മളൊരു കൗച്ച് പൊട്ടറ്റോ പോലെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മെറ്റബോളിസം വളരെ ലോ ആവും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് എനിക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. സോ ഞാൻ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഒരു 30 മിനിറ്റ്സ് വർക്കൗട്ട് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. പക്ഷേ അന്ന് ത്രൂ ഔട്ട് ദ ഡേ ഞാൻ കഴിയുന്നതും ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും കുറച്ച് നേരം എഴുന്നേറ്റൊക്കെ വന്ന് വീണ്ടും ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ എനിക്കൊരു കോൾ വരുമ്പോഴൊക്കെ ഞാൻ കഴിയുന്നത് നടന്നിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. കൂടുതൽ സ്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ വീട് ക്ലീൻ ചെയ്യാനും ഒക്കെ ഞാനൊരു റുട്ടീൻ തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എന്താ പറയുക, നമ്മൾ മേലനങ്ങി വേണമല്ലോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് കൂടുതൽ നീറ്റ് എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് 1 hour വർക്കൗട്ടും കിട്ടും, അതല്ലാതെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസും ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് കൂടുതൽ കലോറീസ് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളൊരു 200 to 300 കലോറീസ് ആണ് ഒരു 1 hour വർക്കൗട്ടിൽ ബേൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ ടോട്ടൽ നീറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് ഏകദേശം 800,000 കലോറീസ് ഒക്കെ നമ്മുടെ വർക്കൗട്ട് ആക്ടിവിറ്റീസിന് മാത്രം നമുക്ക് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി എൻ്റെ ഫാറ്റ് ലോസും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ അതായത് 5 years മുമ്പുള്ള എൻ്റെ വെയിറ്റ് ലോസിൽ ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ് എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ എൻ്റെ എന്താ പറയുക മോർണിംഗ് റുട്ടീനും ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ആദ്യം ഞാൻ ചെക്ക് ചെയ്യുക എൻ്റെ വെയിറ്റാണ്. അത് ചില സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ചില സമയത്ത് എന്നെ കംപ്ലീറ്റ്ലി ഡിമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചില ദിവസം നല്ല പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്തൊരു ദിവസമായിരിക്കും, പക്ഷേ പിറ്റേന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ വെയിറ്റിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 1 kg കൂടിയിട്ടുണ്ടാവും. അതേസമയം ഞാൻ ഡയറ്റ് ചിലപ്പം ശ്രദ്ധിക്കാത്തൊരു ദിവസമാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വെയിറ്റ് കുറഞ്ഞായിട്ടും കാണിക്കും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആൻഡ് ഡിമോട്ടിവേറ്റഡ് ആവാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു റൂട്ടീനിലോട്ട് ഞാൻ പോയില്ല. കാരണം ഇപ്പോൾ എനിക്കറിയാം ഏകദേശം നമ്മളൊരു 2 weeks once ഒക്കെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഞാൻ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 2 weeks കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുള്ളൂ. അതിനിടയിൽ വേണമെങ്കിൽ നമുക്ക് ഓരോ ആഴ്ച കൂടുമ്പോൾ നമ്മുടെ ഇഞ്ചസ് ഏറ്റവും കൂടുതൽ ഞാൻ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഇഞ്ച് ലോസിനായിരിക്കും. ഞാൻ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ എൻ്റെ ബോഡി ഇഞ്ചസ് ഒക്കെ തന്നെ ഞാൻ മെഷർ ചെയ്ത് വെക്കും. അത് ചിലപ്പോൾ ഞാൻ 1 week കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യും. മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അത് നോട്ട് ചെയ്ത് വെക്കും. എൻ്റെ പ്രോഗ്രസ് ആയിട്ട് അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ചിലപ്പോൾ 2 weeks കഴിഞ്ഞിട്ടായിരിക്കും ഞാനത് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ലോസിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഫാറ്റ് ലോസിനായിരിക്കും. ഈ വെയിറ്റ് ലോസിനേക്കാളും ഫാറ്റ് ലോസിനേക്കാളും ഒക്കെ ഞാൻ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കുക എൻ്റെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ടോ, എൻ്റെ എനർജി ലെവൽ എൻഹാൻസ് ആവുന്നുണ്ടോ, എൻ്റെ സ്റ്റാമിന ഡേ 1 സ്റ്റാമിനയാണോ എനിക്ക് ഡേ 10 ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നും എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ആവുകയാണ് ചെയ്യുക. നമുക്ക് ഈ ഒരു വെയിറ്റിൽ തന്നെ റിസൾട്ട് കാണിക്കണമെന്നില്ല. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും നെവർ എവർ എഗെയിൻ ഞാനൊരു ഷോർട്ട് കട്ട് ഡയറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു ഫാറ്റ് ഡയറ്റിലോട്ട് പോയില്ല. കാരണം എനിക്ക് ഒരു തവണ അബദ്ധം പറ്റിയതാണ്. ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നൊക്കെ പറയില്ലേ, ഞാൻ ഫസ്റ്റ് എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഗ് ഡയറ്റ് ഓർ ബനാന ഡയറ്റാണ് ഞാൻ ആ സമയത്ത് ചെയ്തത്. എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ 10 കിലോ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഒരു ഇത്രയും ഇയേഴ്സ് ആയിട്ട് പോലും എനിക്ക് ഇതുവരെ ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടില്ല. അത്രയും ഹെവി ഹെയർ ഫോൾ ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രോട്ടീൻ ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എനിക്കത് നല്ലപോലെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതിൻ്റെ സൈഡ് എഫക്റ്റുമായിട്ട് ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സ്കിൻ കളർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. എൻ്റെ നെക്കിൽ അതുപോലെ തന്നെ എൻ്റെ ഫേസ് ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കര ഡാർക്ക് ടോണായിട്ട് മാറി. അത് വീണ്ടും എൻ്റെ പഴയ ഈ ഒരു സ്കിൻ ടോണിലോട്ട് എത്താനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഒറ്റ മാസേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് എനിക്ക് മാസങ്ങളോളം വർഷങ്ങളോളം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഞാനൊരു ഫാറ്റ് ഡയറ്റിലോട്ടോ അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റിലോട്ടോ പോവില്ല. എനിക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓരോ മാസം എനിക്ക് വേണമെങ്കിൽ 2-3 കിലോ കുറഞ്ഞാലും മതി. പക്ഷേ എന്നാലും ഞാൻ ഒരിക്കലും ആ ഒരു ഫാറ്റ് ഡയറ്റിലോട്ട് പോവില്ല. എപ്പോഴും ഞാനൊരു പോർഷൻ കൺട്രോൾഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ തന്നെയായിരിക്കും പോകുന്നത്. അതും എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് റുട്ടീനുമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയാനുള്ള എന്താണ്, ഞാൻ ഇനി എന്ത് പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അത് ഓഫ് കോഴ്സ് ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ തന്നെയായിരിക്കും എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം എൻ്റെ ഫൈനൽ 10 kg ഒക്കെ കുറയ്ക്കാൻ എന്നെ ഏറ്റവും സഹായിച്ച ഒരു റുട്ടീനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. പക്ഷേ അത് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യില്ല. എൻ്റെ ശരീരത്തിന് എന്താണോ മാച്ചിങ് ആയിട്ടുള്ളത് ആ ഒരു രീതിയിലായിരിക്കും ഞാനത് ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ 8-16 പാറ്റേൺ ആയിരിക്കാം, 10-14 പാറ്റേൺ ആയിരിക്കാം. എന്നെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഐ വിൽ ബി മോർ കൈൻഡർ ടു മൈസെൽഫ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് റൂട്ടീനിലോട്ട് പോയില്ല. കാരണം വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത്
നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. ഒരിക്കലും അത് സ്ട്രെസ്ഫുൾ ആയിട്ട് മാറാൻ പാടില്ല. കാരണം നമുക്ക് നമ്മളൊരു ഐഡിയൽ വെയിറ്റിലെത്താൻ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ എടുത്തു വരും. ആ 2 വർഷം നമ്മളിങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് എല്ലാവരുടെ അടുത്തും ദേഷ്യവും പിടിച്ച് ആ രീതിയിൽ പോകേണ്ട, എനിക്ക് അങ്ങനെ പോകണമെന്ന് യാതൊരു ആഗ്രഹമില്ല. വളരെ ഈസി പീസി ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ എനിക്ക് ഏറ്റവും പറ്റുന്ന ഒരു പാറ്റേൺ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. അധികവും ഞാൻ 8-16 പാറ്റേൺ അല്ലെങ്കിൽ 10-14 പാറ്റേൺ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഒരു ഗൈഡൻസ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എത്രയൊക്കെ ഡയറ്റ് പ്ലാൻ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ പ്ലേറ്റ് മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടാവുക, എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിപ്പം ഞാനാണെങ്കിലും നിഷയാണെങ്കിലും, ഇപ്പോൾ നിഷയൊക്കെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബിഫിറ്റിൽ ജോയിൻ ചെയ്ത് ബിഫിറ്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്ത ഒരാളാണ്. 21 kg അവൾ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഡയറ്റ് കൊടുത്തത് ഞാനും വിസ്മയ, നമ്മളെ ഡയറ്റ് കോച്ച് ആയിട്ടുള്ള വിസ്മയം കൂടിയിട്ടാണ്. അപ്പോൾ അവൾക്ക് ഡയറ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അവളെ മോണിറ്റർ ചെയ്തതും അവളെ ഹെൽപ്പ് ചെയ്തതും അവൾക്കൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതൊക്കെ ഞങ്ങളാണ്. അപ്പോൾ നമുക്കെപ്പോഴും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഒരു സ്റ്റിക്ക് പിടിച്ചൊരു വടി പിടിച്ച ഒരാളുണ്ടാവുന്നത് എപ്പോൾ നല്ലതാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങുകയാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ അതിനൊരു ഹെൽപ്പ്, ഒരു എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസ് തന്നെ ഞാൻ ചോദിക്കും. എൻ്റെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനും എൻ്റെ ആക്ടിവിറ്റി ലെവലും ഒക്കെ അനുസരിച്ച് ഒരു ഡയറ്റ് ഞാൻ എൻ്റെ ഡയറ്റ് കോച്ചിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സെറ്റ് ചെയ്ത് മേടിക്കും. പുള്ളിക്കാരി എൻ്റെ പ്ലേറ്റ് മോണിറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ ഒരു ഡയറ്റ് റുട്ടീൻ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും അതിൻ്റെതായിട്ടുള്ള മടിയും മോട്ടിവേഷൻ ഇല്ലായ്മയും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ നമ്മുടെ കൂടെ ഒരാളുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തരാനും ഒരു ടീം അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ ഞാൻ അറിയാറുണ്ട്. കാരണം പല ക്ലയൻസും അവരുടെ പല വിഷമങ്ങളും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും വന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാൾക്ക് അയ്യോ അതങ്ങ് വെയിറ്റ് ലോസ് ചെയ്താൽ പോരെ, ഡയറ്റും വർക്കൗട്ടും ഫോളോ ചെയ്താൽ പോരെ, ഇത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലേ നമ്മളിവിടെ ഇരുന്ന് പറയുന്ന പോലെയല്ല. ഓരോരുത്തരും അവരുടെ ചെരുപ്പ് നമ്മളിട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അവരനുഭവിക്കുന്ന, അവർ ഗോ ത്രൂ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഒരിക്കലും നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ ക്ലയൻസിനും ഓരോ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാറ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അവരിങ്ങനെ എക്സ്ക്യൂസ് പറയുന്നതായിരിക്കും. പക്ഷേ ഒരിക്കലും അല്ല. അവർക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഒരു പ്രോപ്പർ ഡയറ്റും വർക്കൗട്ട് റുട്ടീനും ഫോളോ ചെയ്ത് പോകാൻ പറ്റാത്ത, ലൈഫും വർക്കും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത എത്രയോ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്കും അതുപോലത്തെ പല എക്സ്പീരിയൻസും അതുപോലത്തെ മെൻ്റൽ ബ്രേക്ക് ഡൗണും ഒക്കെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ടീം മെമ്പർ അല്ലെങ്കിൽ ഒരു ഡയറ്റ് കോച്ച് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കോച്ച് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെൻറ്റർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. കാരണം എൻ്റെ ലാസ്റ്റ് വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ മോട്ടിവേറ്റ് ചെയ്തതും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും എൻ്റെ പ്ലേറ്റൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നതും എനിക്ക് വേണ്ടി ഡയറ്റ് സെറ്റ് ചെയ്തതും വർക്കൗട്ട് തീരുമാനിച്ചതും ഒക്കെ ഞാൻ തന്നെയാണ്. കുറേ പൊട്ടത്തരങ്ങളായിരുന്നു എന്ന് മനസ്സിലായത് ബിഫിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ശരിക്കും എക്സ്പേർട്ടുകളുമായിട്ട് സംസാരിക്കാൻ പറ്റിയപ്പോഴും പിന്നെ ഇതിൽ സർട്ടിഫിക്കേഷനും ഒക്കെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത മണ്ടത്തരായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ എല്ലാം തിരുത്തി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും അവരുടെ ലൈഫിൽ ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു മെൻറ്ററായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സമയത്തൊക്കെ ചില ക്ലയൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കും ഇതുപോലെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതുപോലെ ഒരു മെൻറ്ററായിട്ട് മാറാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ക്ലയൻസിന്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡെയിലി വർക്കൗട്ട് 1 hour ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നീറ്റ് ടെക്നിക്കിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയെന്ന്. പക്ഷേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ 1 മണിക്കൂർ ചെയ്യുന്ന വർക്കൗട്ടും. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഒരു വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ കാർഡിയോയ്ക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാർഡിയോ കൂടുതൽ വേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫാറ്റ് ബേൺ ആവും, സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു 6 ദിവസം നമ്മൾ ഒരാഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 4 ദിവസം നമ്മൾ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. വെറും 2 ദിവസം മാത്രമേ നമ്മൾ കാർഡിയോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം. പിന്നെ ഒരു ദിവസം നമുക്ക് റിക്കവറിയും വേണം. ഞാൻ ഒരു റിക്കവറി ഡേ പോലും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കാർഡിയോ 1 മണിക്കൂറൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. സുംബ അല്ലെങ്കിൽ ചാടി തുള്ളിയിട്ടുള്ള പല വർക്കൗട്ടും ചെയ്തിട്ട് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. കുറേ മസിൽ ലോസും ആയിട്ടുണ്ടാവും തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ആ 1 മാസം കൊണ്ട് എനിക്ക് 10 കിലോ ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അതൊട്ടും ഒരു നല്ലൊരു റുട്ടീനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ആ 10 കിലോ കുറഞ്ഞിട്ട് പോലും ഞാൻ 10 കിലോ കുറഞ്ഞൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ എനർജിയൊക്കെ ഡ്രെയിൻ ആയി പോയതുപോലെ എൻ്റെ മസിൽസൊക്കെ, അതായത് നമ്മളൊരു ബലൂണ് കാറ്റ് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല ആ ഒരു വെയിറ്റ് ലോസിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് ഇനി ഞാൻ ചെയ്യില്ല. ഇനി ഞാൻ ചെയ്യുന്ന വർക്കൗട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ്, ബോഡി വെയിറ്റ് ട്രെയിനിങ്, അതുപോലെ തന്നെ എൻ്റെ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വർക്കൗട്ട്സിനായിരിക്കും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാർഡിയോ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യില്ല. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞാൻ കാർഡിയോയും കൂടെ എൻ്റെ ആ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇനി എപ്പോഴെങ്കിലും സപ്പോസ് എൻ്റെ വെയിറ്റ് പഴയ രീതിയിലോട്ട് തന്നെ എത്തി ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരിക്കലും ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരാതിരിക്കട്ടെ. പക്ഷേ സപ്പോസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് വീണ്ടും എത്തിച്ചേരുകയാണെങ്കിൽ എനിക്കൊരു കംപ്ലീറ്റ് പ്ലാൻ ഉണ്ട്, ഒരു ക്ലിയർ വിഷൻ ഉണ്ട് ഇപ്പം എൻ്റെ മുമ്പിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ, വി ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്, വി ജസ്റ്റ് നീഡ് ടു ബിഗിൻ. അത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എല്ലാ ദിവസവും ഷോ ഓഫ് ചെയ്യുക, അത്ര മാത്രമാണ് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. ഒരു മോട്ടിവേഷൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. മോട്ടിവേഷനൊന്നും നമുക്ക് ആരും തരാനായിട്ടും പോകുന്നില്ല. എപ്പോഴും നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമുക്ക് മടുപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ നമ്മൾ ഷോ അപ്പ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. നമുക്ക് മോട്ടിവേഷൻ ഉണ്ടായിട്ടല്ല നമ്മൾ ഡെയിലി പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ഒക്കെ. അത് നമ്മളൊരു നെസസിറ്റി ആണെന്ന് അറിയുന്നതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതും പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു നെസസിറ്റി ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളിത് എല്ലാ ദിവസവും അങ്ങ് ചെയ്തോളും. അതിനുവേണ്ടി ഒരു പെർട്ടിക്കുലർ ഡേ, ഒരു പെർഫെക്റ്റ് ഡേക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കില്ല. സോ വി ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്, വി ജസ്റ്റ് നീഡ് ടു ഷോ അപ്പ് എവറി ഡേ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗൈഡ് ആയി എന്ന് വിചാരിക്കുന്നു. വെയിറ്റ് ലോസ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് ആയി പോയവർക്കും വെയിറ്റ് റീഗെയിൻ ആയിട്ടുള്ളവർക്കും ഒരു കംപ്ലീറ്റ് ഹെൽപ്പായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് വേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.